ഹലോ ഗൈസ്, വെൽക്കം ടു എന്താണെന്നറിയാൻ മേലാത്തൊരു ബ്ലോഗ്. ഇന്ന് നമ്മൾ രാവിലെ അല്ല പറഞ്ഞിട്ട് ഉച്ച സമയം കണ്ടായിട്ടുണ്ട്. ഉച്ച സമയമാകുമ്പോഴത്തേക്കും നമ്മൾ വന്നിരിക്കുന്നത് കല്യാണിലാണ്. ബിക്കോസ് നമുക്ക് ഉദ്ദേശിച്ച സമയത്ത് കിട്ടാത്തതുകൊണ്ട് നമ്മൾ കല്യാണിൽ വന്ന് ഡ്രസ്സ് എടുക്കാൻ വന്നിരിക്കുന്നത്. ബിക്കോസ് നമുക്കൊരു കല്യാണ റിസപ്ഷനൊക്കെ വരുന്നുണ്ട്. അതാണ് ആസ് യൂഷ്വൽ നമുക്ക് കല്യാണ ഡ്രസ്സ് എടുത്തിരുന്നത് സന്തോഷമായിട്ടാണ്. ആസ് യൂഷ്വൽ കോസ്റ്റ്യൂം ഡിസൈനറുടെ നേതൃത്വത്തിൽ നമ്മൾ ഡ്രസ്സ് എടുക്കുന്നത്. ഞാനിതിനെ പോയി എടുക്കട്ടെ. അവസ്ഥ ഇഷ്ടം സന്തോഷ് മാമ മാമ എനിക്ക് ഡ്രസ്സ് സെറ്റ് ചെയ്താ മാമ 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 ഡ്രസ്സ് സെറ്റ് ചെയ്യാം മാമ സന്തോഷേട്ടൻ അറിയോ? സന്തോഷ് പാമ്പാട്ടി സന്തോഷത്തിന് ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ സന്തോഷനെ കിട്ടൂല. ആരെന്തൊക്കെ ഫോൺ വിളിച്ചിട്ട് സൊല്ലിക്കൊണ്ടിരിക്കുക. ഇവിടെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടുന്ന കാര്യം ഭയങ്കര പാടാണ്. ഇങ്ങനെ എല്ലാ സ്ഥലത്തും കയറി ഇറങ്ങി എല്ലായിടത്തും ഇങ്ങനെ മാറ്റി വെച്ചേക്ക്. നല്ല സാധനങ്ങളെല്ലാം സന്തോഷമായിട്ട് മാറ്റിച്ചു. അപ്പോൾ തൽക്കാലം ഞാൻ നേരം ബെൻസിൻ്റെ സെക്ഷൻ ഇപ്പോൾ ജസ്റ്റ് ചുമ്മാ നോക്കി വെക്കാൻ എന്നിട്ട് സന്തോഷം വന്നിട്ട് ബാക്കി സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. എന്ത് ഇതിയാണ് നല്ലിരിക്കുന്നത്. ഞാൻ ഇവിടെ വന്നിട്ട് ഓരോ ഷർട്ട് കണ്ടുപിടിക്കും, അതിന് സൈസ് കാണത്തില്ല. ഷർട്ട് കാണും, അതിന് സൈസ് കാണത്തില്ല. എടാ പേസ്റ്റ് ഒക്കെ ഇറങ്ങാ ഇമ്മ ഓരോ കാണിക്കും. അന്ന് നല്ല ഷർട്ട് കാണുന്ന പേസ്റ്റ് കളർ കാണത്തില്ല. തപ്പി തയ്ക്കൊണ്ടിരിക്കുക. പുതിയ പെട്ടി വന്ന് പൊട്ടിച്ചതിൽപ്പെടെ തപ്പിക്കൊണ്ടിരിക്കുക. ഞാൻ ഇവിടെ കണ്ടായിരുന്നു. ഇത് നൈസായിരുന്നു. പക്ഷേ ഇത് സന്തോഷമായിട്ട് വന്നിട്ട് ഫൈൻഡ് ചെയ്യാം. പക്ഷേ അതിൻ്റെയൊക്കെ വേറൊരു പ്രശ്നം. ഇതിനിപ്പോൾ ഞാൻ വേറെ ഏതെങ്കിലും ലിനൻ പാൻറ്റ് അല്ലാണ്ട് വേറെ ഏതെങ്കിലും പാൻറ്റ് പിടിക്കുന്നപ്പോൾ ഞാൻ ഉദ്ദേശിച്ച പാൻറ്റ് സ്റ്റോപ്പില്ല. ആലോചിക്കണേ. അയ്യോ എന്ത് ചെയ്യാനെന്തോ. തപ്പിയിട്. മൂന്ന് പേരാണ് എനിക്ക് വേണ്ടി തപ്പുന്നത്. അവസാനം സന്തോഷേട്ടൻ വരുന്നു. അരമണിക്കൂർ പരിപാടി തീർത്ത് സന്തോഷേട്ടൻ അറിയാം സ്റ്റോക്ക്. സന്തോഷേട്ടൻ അറിയാം സ്റ്റോക്ക് എവിടെ ഉണ്ടെന്നുള്ളത് അല്ലേ? സന്തോഷേട്ടൻ വരുമ്പോഴത്തേക്ക് കൃത്യമായിട്ട് സാധനം എടുത്തിട്ടുണ്ട് എവിടുന്നേലേക്ക്. ഏകദേശം ഷർട്ട് ഏകദേശം കുറെ തപ്പി കിടന്ന് സ്ഥലമാണോ ഫുഡ് ചെയ്യുന്നത്. ഏകദേശം ഷർട്ട് ഏകദേശം സെറ്റ് ആയിരുന്നു. ഇനിയിപ്പോൾ പാൻറ് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നിങ്ങൾക്ക് ഏകദേശം ഐഡിയ ഉണ്ട്. നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ നോക്കി ഏതായിരിക്കും പാൻറ് ഏതായിരിക്കും ഷർട്ട് എന്നുള്ളത്. ഞാനൊരു പാൻറ് തന്നെ ട്രൈ ചെയ്യട്ടെ. ഓക്കെ, 2:28 ഫുഡ് കഴിക്കുന്ന വിശക്കട്. അങ്ങനെ കഴിച്ച് നമ്മൾ പർച്ചേസും പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഒരു ഷർട്ടും ഒരു പാൻറ്റും എടുത്ത് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പരിപാടി എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് മുഖം വെളുപ്പിക്കാൻ പോകണം. അതിന് നമ്മൾ ജുഗുനുവിൻ്റെ കടയിലോട്ട് പോകണം. അതിന് മുമ്പ് എന്തെങ്കിലും കഴിക്കണം. എനിക്ക് വലുതായിട്ട് കഴിക്കാൻ എനിക്ക് താല്പര്യമില്ല. വെച്ചാൽ ആരും ഒറ്റയ്ക്ക് കഴിക്കുമ്പോഴത്തേക്ക് ഒരു വൈബില്ലല്ലോ. സന്തോഷം ഫുഡ് റൂമിൽ നിന്ന് ഉണ്ടാക്കണമെന്നുണ്ട്. സോ ഞാൻ എവിടെയെങ്കിലും പോകണ വഴിക്ക് ജുഗുനുവിന് അങ്ങോട്ട് പോകണ വഴിക്ക് കട കാണാം. അവിടെ നേരെ പപ്സോ ലൈമോ അങ്ങനെ എല്ലാം കഴിച്ചിട്ട് നേരെ ജുഗുനുവിൻ്റെ ഇതിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. എന്നിട്ട് അവിടെ പോയി റെഡി ആയിട്ട് നേരെ തിരിച്ച് റൂമിലോട്ട് പോകണം. റൂമിൽ പോയിട്ട് ഇന്ന് എല്ലാം ഒന്ന് പാക്ക് ചെയ്ത് റെഡിയാക്കണം. അത് തേക്കാനുള്ളതൊക്കെ തേച്ച് പാക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ലല്ലോ. രാവിലെ കിടന്ന് നെട്ടോട്ട് പോകണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇനി നേരെ ലൈമോ പപ്സോ എല്ലാം കഴിക്കാനായിട്ട് പോകാം. ലെറ്റ്സ് ഗോ. ഗൈസ് പണിപ്പുര കയറിയിട്ടുണ്ട്. പണിപ്പുര കയറി പണി തുടങ്ങിയിട്ടുണ്ട്. മുഖത്തെ ചെളിയും മണ്ണും വാരി എല്ലാം വലിച്ച് പുറത്തിറക്കണം. പക്ഷേ 40 വരെ ഇരുന്നുകൊണ്ട് വലിയ സീനില്ലെന്ന് തോന്നുന്നു. എന്തായാലും ഈ പണി കഴിഞ്ഞിട്ട് ഞാൻ വരാം. മുഖത്തെ ചളിയും മണ്ണൊക്കെ ഇറക്കട്ടെ, എന്നാലേ 10 പേര് നോക്കത്തുള്ളൂ. ഏറ്റവും ഹാർഡസ്റ്റ് പാർട്ട് കണ്ണിൽ നിന്ന് പൊന്നിച്ച് ഉറക്കുന്നു. അങ്ങനെ ഫേഷ്യൽ എല്ലാം കഴിഞ്ഞ് മുടുക്കനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ എങ്ങനെയുണ്ട്? സെറ്റല്ലേ? കണ്ണിൻ്റെ അടുത്തൊരു ഡാർക്ക് സർക്കിളാണ് ഉള്ളത്. ഉറക്കത്തിന് ശരിയാകത്തില്ല. കണ്ണടിച്ച് കഴിഞ്ഞാൽ സെറ്റാണ്. ഇപ്പോൾ എങ്ങനെയുണ്ട്? ഓക്കെ അല്ലേ? ഇവിടെ നമ്മുടെ സ്വന്തം കട വിൻറ്റേജ് യൂണിസെക്സ് സെറ്റുമാണ്. നമ്മുടെ മുല്ലശ്ശേരി കനാലോടെയാണ്. നിങ്ങൾ വന്ന് കാണാം. ഞാൻ പറ്റേ കൊച്ചിയിൽ കാണാൻ പോകുന്ന എല്ലാ പെമ്പിളേയും മുടിയിട്ടാൻ വേണ്ടി ഇവിടെയാണ്. ഇവരുടെ ഇൻസ്റ്റാഗ്രാം പോയി നോക്കി അറിയാൻ പറ്റും. എന്തൊരു പെമ്പിളരാണ്. നമ്മളൊന്നും ഒരു പരിപരത്തില്ല. സാറിയില്ല. ഇനിയിപ്പോൾ ഞാനൊരു കാര്യം ചെയ്യുന്നത് വെച്ച് ഞാൻ നേരെ റൂമിൽ പോയിട്ട് നാളെ കൊണ്ടുപോകാനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് അയൺ ചെയ്ത് സെറ്റ് ചെയ്ത് പാക്ക് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ച്. അപ്പോഴത്തേക്ക് ഈ ഡ്രസ്സ് എടുത്ത് വെച്ചേക്കാം. എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ ഇറങ്ങിയിട്ട് എവിടെയെങ്കിലും ചായ കുടിക്കാൻ പോകുമെന്ന് വിചാരിച്ച്. നമ്മുടെ ഫ്രണ്ട് ഉണ്ട്, അവളായിട്ട് ചായ കുടിക്കാൻ പോകുമെന്ന് വിചാരിച്ച്. സെറ്റ്. അതല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കാര്യത്തിന് ഇറങ്ങാൻ നേരത്തെ മഴ പെയ്യത്തില്ല. ആവശ്യമുള്ള സമയത്ത് മഴ പെയ്യത്തില്ല. ഞാൻ പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി നോക്കിയപ്പോഴത്തേക്കും മഴ. ഇനിയിപ്പോൾ മഴ മാറിയിട്ട് ഇറങ്ങാമല്ലോ. എന്തിരിയേ കേസ് ഇങ്ങനെ മഴയൊക്കെ മാറി കഴിഞ്ഞപ്പോൾ ഞാൻ നൈസായിട്ട് പുറത്തിറങ്ങി. എൻ്റെ ഫ്രണ്ടുണ്ട്. അപ്പം നമ്മളിങ്ങനെ വീഡിയോ എടുക്കാൻ കാര്യത്തെ പറ്റിയൊക്കെയാണ് സംസാരിച്ചായിരുന്നേ. അപ്പം ഇന്ന് സീരിയസ്ലി പറഞ്ഞാൽ വൈകുന്നേരം വീഡിയോ എടുക്കാൻ പോകാനുള്ള പ്ലാൻ, വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് എവിടെയും ചായ കുടിക്കാൻ പോകുന്ന പ്ലാൻ ഇരുന്നാണ്. സോ അൺഫോർച്ചുനേറ്റ്ലി ചായ കുടിക്കാൻ പോയി പറ്റില്ല. പക്ഷേ ഇപ്പോൾ എന്തായാലും ഞാൻ ആളെ പോയി മീറ്റ് ചെയ്യാൻ പോകണം. ആളിപ്പോൾ ലൊക്കേഷൻ അയച്ചിരുന്നുണ്ട്. നമുക്ക് എന്തായാലും ആളെ പോയി മീറ്റ് ചെയ്തിട്ട് നോക്കാം. പ്ലാൻ ചെയ്യുന്നില്ല. പ്ലാൻ ചെയ്യാതെ എന്ത് സംഭവിക്കും, അപ്പോഴത്തെ മൂഡ് എന്താ പറ്റണേ, എന്താ നടക്കുകയെന്ന് നോക്കിയിട്ട് അങ്ങ് പോവാം. ഇങ്ങനൊരു സാധനം പിടിച്ച് നോക്കാം. അതിൽ നിന്നൊക്കെ ഉറക്കം നിൽക്കാനും പറ്റില്ല. തന്നെ അപ്പോൾ നാളെ രാവിലെ പോകേണ്ടതല്ലേ. അതാണ് അവൾക്ക് നാളെ വർക്കുള്ളതാണ്.
സോ അവിടെ ഇപ്പോൾ ലൊക്കേഷനൊക്കെ നമുക്ക് അവിടെ ചെന്ന് ആളെ പിക്ക് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്യാം. നോ പ്ലാനിങ്, മൂവ് വിത്ത് ദ ഫ്ലോ, അത്രേ ഉള്ളൂ. ലെറ്റ്സ് ഗോ ഗൈസ്. ഞാൻ ലൊക്കേഷൻ എത്തി. എൻ്റെ പുറകെ ദിവ്യ വിളിച്ചതെന്നാരും കരുതരുത്. എല്ലാം അവിടുത്തെ പോസ്റ്റത്തെ വെട്ടാണ്. ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ആളെ പറയുന്നത് ഇവിടെ നിറച്ച് ലേഡീസ് ഹോസ്റ്റൽ അത് വെക്കാം. എനിക്കത് എന്തോ പോലെ ടെൻഷൻ പോലെ എന്തൊക്കെയോ പോലെ എന്താണെന്നറിയില്ല. ഇവിടെ നിറച്ച ആൾക്കാരെ കൊണ്ടാണെന്ന് തോന്നുന്നു. പരിചയത്തിൽ ഏരിയ വന്നിട്ട് തന്നു. ഓക്കെ, ലെറ്റ്സ് വെയിറ്റ്. അല്ലാണ്ട് ഇപ്പോൾ തെരിയാൻ പറ്റും. പ്ലാൻ ചേഞ്ച് ടു നമ്മുടെ പ്ലാനിങ് ഒന്നും ഇല്ലെന്നല്ല പറഞ്ഞാണല്ലോ പോയത്. അപ്പോഴത്തേക്കും പ്ലാൻ നമ്മൾ നേരെ ഹോട്ട് ബോക്സിലേക്കൊക്കെ അവിടുന്ന് കപ്പിടിക്കാൻ വെച്ചാൽ മഴ വരാൻ ചെറിയ സാധ്യതയുള്ളതുകൊണ്ട് ദൂരത്തേക്ക് പോയി കഴിഞ്ഞാൽ പണി പാലും വെള്ളത്തിൽ കിട്ടും. സോ വെറുതെ റിസ്ക് എടുക്കുന്ന നേരം നമ്മൾ നേരെ എന്ത് സേഫ് ആയിട്ടുള്ള സ്ഥലം നോക്കി ഹോട്ട് ബോക്സിലേക്ക് തന്നെ വന്ന് എൻ്റെ ഇവിടെ വന്ന് ചായ കുടിച്ചിട്ട് കുറച്ച് നേരം സംസാരിച്ചിട്ട് അവളെ വഴിക്ക് വന്നു, ഞാൻ എൻ്റെ വഴിക്ക് വന്നു. മഴയ്ക്ക് മുമ്പ് വീടെത്തണം. രാവിലെ പോകണമെന്ന്. ഷോ രാവിലെ എണീക്കുന്ന 10 മണി സംബന്ധിച്ച് 6 മണി ട്രെയിനാണ് പിടിച്ചു പോയത്. അമ്മേ ഇവിടെ കറണ്ടും പോയി വന്നപ്പോഴത്തേക്ക്. നോക്കട്ടെ, വന്നിട്ട് ഒരു മിനിറ്റ് കിട്ടാൻ കുടിയാ. 1.5 മണിക്കൂറാണ് ഞാൻ കാപ്പിയും കൊണ്ട് കാത്തിരിക്കുന്നുണ്ട്. രണ്ടുപേരും ഒരു വഴിക്ക് ജസ്റ്റ് ഒന്ന് മിസ്സായപ്പോഴാ. പിന്നെ കണ്ടൊരു 1.5 മണിക്കൂറിന് ശേഷമാണ് ഞാൻ കാണിച്ചു. ആളിതിനെ കണ്ടിട്ടില്ല, കാണിച്ചില്ല. ഒരു അതായത് ഇടുന്ന റീലിനൊക്കെ അത്യാവശ്യം നല്ല വ്യൂവർഷിപ്പ് ഉണ്ട്. എന്നാൽ കാണിച്ച് പെൺപിള്ളേർക്ക് അങ്ങോട്ട് ബ്രാൻഡ് ഒരു ജില്ലയിൽ വീഡിയോ പ്രൊമോഷൻ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ വീഡിയോ ചെയ്യുക അതുമില്ല. കാണിച്ചു തരാം. ആളെ കാണിച്ചു തരുമ്പോൾ നിങ്ങൾ ഞെട്ടരുത്. ആറ്റിറ്റ്യൂഡ് ഒരു മിനിറ്റ്. ആറ്റിറ്റ്യൂഡ് ഇട്ടുകൊണ്ടിരിക്കണേ. കാപ്പി കൊണ്ടു തൽക്കാലത്തേക്ക് ആറ്റിറ്റ്യൂഡ് വെട്ടം വരെ പോയി അവിടെ അടിച്ച്. അവിടുത്തെ ചൂട്ട്നെസ് കാണിക്കുന്നത് വെട്ടയില്ല. ആ കാഫേ പോട്ടി ഇമ്മനെ വെട്ടാണ് വന്നത്. ആ വെട്ടം മാത്രമേ വന്നുള്ളൂ. ജോസ് കുടിക്ക്. നീ എന്നോട്ട് വീഡിയോ ഇട്ട് തുടങ്ങും ഇടുവോ? വെരി ഗുഡ്. ഞാൻ വന്നപ്പോഴത്തേക്കും ഞാൻ കൊച്ചു പിള്ളേർക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ കുഞ്ഞു കുട്ടികളെ കാണാൻ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കണമല്ലോ. കൊടുക്കാണ്ടിരുന്നത് ശരിയാവില്ലോ. കുഞ്ഞു പിള്ളേരെ കാണാൻ വരുമ്പോൾ എന്തെങ്കിലും കൊടുക്കണമല്ലോ. അത് കാരണം പിള്ളേരെ കാണാൻ വരുമ്പോൾ വെറും കൈയോടെ വരരുതെന്ന് മൂത്തവർ പറഞ്ഞിട്ടുണ്ട്. കൊച്ചു കുട്ടികളെ കാണാൻ വരുമ്പോൾ വെറും കൈയോടെ വരരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് ഞാൻ വാങ്ങിച്ചിരുന്നത്. നിനക്കറിയാൻ പറ്റില്ല, ഞാൻ ക്യാമറയും കൊണ്ട് വരുമ്പോഴത്തേക്കും അവൾ മിണ്ടൂല. അല്ലാതെ ഇവിടുന്ന് വാപ്പളൊന്ന് ചുമ്മാ സംസാരമാണ്. എപ്പോൾ എന്തായാലും ഞാനിപ്പോൾ മുബുവിനെ വിളിച്ചു ഒബ്രാമാളിൽ എന്തൊരു ഫാഷൻ ഷോ നടക്കുന്നത്. അവിടെ പോയി കുറച്ച് വിരകിട്ട് വരാം. ഓക്കെ, ലെറ്റ്സ് ഗോ. ഗൈസ്, ഇവിടെ നമ്മൾ ഒബ്രാമാൾ എത്തിയിട്ടുണ്ട്. കോപ്പിറൈറ്റുള്ള പാട്ടൊന്നും കണ്ടുവരാൻ എന്തൊരു ആഗ്രഹം. അതുണ്ടെങ്കിൽ പിന്നെ ഒരു ചെയ്തിട്ട് യാതൊരു കാര്യമില്ല. അതിന് ഞാനൊരു ഫാഷൻ ഷോ കാണാനായിട്ട് പോകുന്നത്. ഇനി മുബുവിനെ തപ്പിപ്പിടിക്കണം. മുബുവിന് പരിചയമുള്ള ആൾക്കാരാണ്. അത് കാരണം നമുക്ക് എന്തെങ്കിലും കണ്ടന്റിലൂടെ ഷൂട്ട് ചെയ്യാമല്ലോ. ഏത് വന്നവ പിള്ളേരാണല്ലോ ഗൈസ്. മൊത്തം പിള്ളേരാണ്. പോണമാക്കി ഞാൻ എന്താ പരിപാടി എന്ന് പറഞ്ഞൂടെ. വന്നതാ പോയത് ആരും അറിഞ്ഞില്ല. കിട്ടിയ ആറ്റിറ്റ്യൂഡ് സീൻസാണ് അതിൻ്റെ ആറ്റിറ്റ്യൂഡ് കിട്ടേ. ഇതായിരുന്നു നമ്മൾ കാത്തിരുന്ന നിമിഷം. ഇതായിരുന്നു കാത്തിരുന്ന നിമിഷം. നല്ല ഇങ്ങനെയാണ് മനസ്സിലാവും. കിട്ടില്ല ആറ്റിറ്റ്യൂഡ്. മുബുവിന്റെ ഫ്രണ്ടാണ്. അല്ല, കിട്ടില്ല ആറ്റിറ്റ്യൂഡാ. ഇത്ര നേരം ടെൻഷൻ അടിച്ചിരുന്നാളെ ഇപ്പൊ കേറിയപ്പോ നോക്കിയേ ആറ്റിറ്റ്യൂഡിന്റെ പൊളി. മുബു ഇവിടെ പറഞ്ഞ് ഫോട്ടോ ഒക്കെ സെറ്റ് ചെയ്ത് ഇവിടെ കിട്ടില്ല. ഒരു എക്സ്പീരിയൻസാ ഇവിടെ. നേരത്തെ കണ്ടപ്പോഴത്തേക്കും ഒരുമാതിരി ഇതായിട്ട് നിന്ന ആളാ. എക്സ്പ്രഷൻ മാറിയ മാറ്റം കണ്ടു. ഒരുമാതിരി രോമ എഡിറ്റിംഗ്. സീരിയസ്ലി പറഞ്ഞാ നമ്മൾ കണ്ടു ആശ വ്യൂവർ എന്നതിലേക്ക് പറഞ്ഞ രോമ എഡിറ്റിംഗ് കണ്ടിട്ട് അമ്മാരി സാധനം കൊള്ളാം. പൊളിക്ക്. നല്ല ഭാവിയുണ്ട്. അഭിനയിക്ക് നല്ല ഇതുണ്ട്. എനിക്ക് ഇവിടെ വന്നിട്ട് ഒരു ഇത് കിട്ടണില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ കൊച്ചിന് അത്ര നല്ല കിഡിലിനായിട്ട് ഇത് എന്തോ ഒരു ഭാവിയുണ്ട്. നിനക്കത് ഫോണിൽ തന്നെ എത്ര ഇത് കിട്ടുമെന്ന് അറിയാൻ പറ്റില്ല. ആ സാധനം ഉള്ളിൽ ഇങ്ങനെ തട്ടി നിൽക്കണം. എന്തെങ്കിലും ഒരു എന്താ പറയുക, എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുത്താലോ എന്നൊരു പ്ലാൻ. വെച്ചാൽ മുബുവിൻ്റെ ഫ്രണ്ടാണ്, ഒക്കെ അറിയാം. നമുക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുത്താൽ പറയാം. മുബു, നിൻ്റെ അഭിപ്രായം എന്താടാ? നമ്മളെന്തെങ്കിലും ഒരു സ്പെഷ്യലായിട്ടൊരു ഗിഫ്റ്റ് കൊടുക്കും. എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കും. വെച്ചാൽ അത്ര നന്നായി, അത്ര നമ്മൾ ഒരിക്കലും വിചാരിക്കുന്ന സാധനമായിരുന്നു അവിടെ ആ പെർഫോം ചെയ്തുകൊണ്ട്.
സോ നമുക്ക് എന്തായാലും നേരെ അങ്ങോട്ട് പോവാം. പക്ഷെ നിങ്ങൾക്കറിയാം നമുക്ക് അത് എന്താ പറയുക, വിഷ്വലി കാണാൻ പറ്റുന്നൊരു സാധനമായിരുന്നു. വെച്ചാൽ ഞാനത് കണ്ട് ലയിച്ചിരുന്നു. മുബുവിൻ്റെ എൻ്റെയൊക്കെ മറ്റേ എവിടെ മുബുവിൻ്റെ എൻ്റെയൊക്കെ രോമിങ്ങിന് എണീറ്റ് ചെയ്യുന്ന സാധനമായിരുന്നു. സോ എന്തായാലും നമുക്കൊരു ആൾക്ക് അപ്രീസിയേഷൻ ഉപരി ഈ ഒരു സാധനം ചെയ്തതിന് എൻ്റെ ഒരു ഗിഫ്റ്റ്, കുഞ്ഞ് ഗിഫ്റ്റ് ആണെങ്കിൽ കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാണല്ലോ. സോ നമുക്ക് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്നതാണ് നമ്മുടെ മെയിൻ ഉത്തരം. നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. പോയിട്ട് എന്താ വെച്ചാൽ നോക്കാം. ഓക്കെ, ലെറ്റ്സ് ഗോ. ഇറ്റ്സ് ടൈം ഫോർ നമ്മളോട് പറഞ്ഞിട്ട് വന്ന് എന്താ മറന്ന് സർപ്രൈസ്. എൻ്റെ പെർഫോമൻസ് ഉണ്ട്. ഞങ്ങളുടെ കിളിവ് ഇങ്ങനെ നിൽക്കരുത്. ശരി, രോമായിട്ടുണ്ട്. അങ്ങനെ ഇതാക്കി പറഞ്ഞല്ലേ, നമ്മൾ കണ്ടിട്ട് ഭയങ്കര ഇതായിരുന്നു, നല്ല ഇതുണ്ടായിരുന്നു. ഇല്ലെങ്കിൽ പോയി കിട്ടില്ല പട്ടി. നോയിസ് ക്യാൻസലേഷൻ ഓഫ് ആക്കി. അതാരാ? ദാറ്റ് ഈസ് ആ മനുഷ്യനാണ് ബിടെക് വാഴ എന്ന് ഞാൻ പറയുന്നില്ല. ഇല്ല കത്തിയിട്ടില്ല. അയ്യോ ഞെട്ടിച്ചാലടാ. കണ്ടോ ഞെട്ടിക്കൽ. ഞങ്ങള് എന്തെങ്കിലും ഗിഫ്റ്റ് സെറ്റ് ചെയ്യാന്ന് പറഞ്ഞ പേരൊന്നും കിട്ടില്ല, മിഠായി കിട്ടില്ല. അതെങ്കിൽ അതൊന്ന് വാങ്ങിച്ചിട്ട് പോകുന്നത് കേട്ടല്ലേ. ഇത് പെർഫോമൻസിനുള്ളതാണ് അല്ലേ മുമ്പ്? ആ പെർഫോമൻസ് തന്നെ ഞങ്ങള് ഞെട്ടിക്കിളി പറയപ്പോഴത്തേക്കും അതിൻ്റെ ഇതിൽ തരണമെന്ന് വിചാരിച്ച് തന്നതാണ്. സന്തോഷമല്ലേ? ഞാൻ ഒരു അത്രയും കാര്യം ചെയ്യുന്നതിന് ഒരു എഫേർട്ടിൻ്റെ അത്രയും ആ ഒരു ഇതിന് എന്താ പറയുക, വാക്കുകൾ പറയുന്നതൊക്കെ നല്ല ഒരു സാധനം കൊണ്ട് തരുമ്പോഴത്തേക്കും ഭയങ്കര കിട്ടുന്ന ഹാപ്പിനെസ് ഉണ്ടല്ലോ. അതിനെ കാണുമ്പോഴത്തേക്കും പിന്നീട് നമുക്ക് ചെയ്യാം. ഞാനും കൊടുത്തൊരു സാധനം. എന്ത്? ഞാൻ കൊടുത്ത്. അതവിടെ എന്താ കുടിച്ചെടുത്ത് കോമഡിയാണെന്ന് കൊടുത്തു. ഓക്കെ, സന്തോഷമായില്ലേ? സന്തോഷായി. അപ്പോൾ ഇനി ഇതുപോലെ ചെയ്യണേ, സെറ്റാക്കി ചെയ്യണം, വളർന്നു വരണം. നെക്സ്റ്റ് ടൈം നമുക്ക് മൂവിയിലൊക്കെ കാണാൻ പറ്റും. ഒരു കോൺഫിഡൻസ് കിട്ടിയില്ലേ? ഒരു കോൺഫിഡൻസ് കിട്ടി. ഓക്കെ, അപ്പോൾ നമ്മളിനി പോയി ഫുഡ് കഴിക്കട്ടെ. വയ്യ, രാവിലെ ഒന്നും കഴിച്ചില്ല, തളർന്ന് ചത്ത്. രാവിലെ തൊട്ട് വൈകുന്നേരം കഴിച്ചില്ല. ഓക്കെ, സെറ്റ്, നമ്മളെ കഴിക്കട്ടെ. ഇന്നത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് തിരിച്ച് റൂമിലെത്തിയിട്ടുണ്ട്. അയ്യോ, ഇപ്പോഴാണ് ഞാൻ മര്യാദക്ക് ഫുഡ് കഴിക്കുന്നത്. കാരണം ഭയങ്കര തളർച്ച. ഇനിയിപ്പം ബാഗിൽ ഞാൻ പാക്ക് ചെയ്ത് സെറ്റാക്കി വെച്ചിരിക്കുക. കാരണം നാളെ രാവിലെ 6 മണിക്കുള്ള ട്രെയിൻ നേരെ ഗുരുവായൂർക്ക് പോകണം. പിന്നെ അവിടെ ആയിരിക്കും പരിപാടികളൊക്കെ. ഇന്ന് കുറേ നാൾക്ക് ശേഷം അങ്ങനെ സ്റ്റേഡിയത്തിൽ നിന്ന് നേരത്തെ വരുന്നത്. അടിപൊളി. എന്തോ നമ്മളെ കയ്യിൽ കിടന്ന മറ്റേ സാധനം പോയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ കുഞ്ഞു വീഡിയോ. അപ്പോൾ മറ്റൊരു വീഡിയോ വീണ്ടും സന്ധിക്കും വരയ്ക്കും. വണക്കം.